സ്കാരങ്ങളൊക്കെ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നിന്ന് പാർക്കിംഗും അതുപോലെ തന്നെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന വെൽക്കം ബാക്ക്. നമ്മളത് അവസാനം നോമ്പും പെരുന്നാളും കൂടെ വീഡിയോ ഉണ്ടാകും. നമ്മൾ നോമ്പറക്കായിട്ട് വിളിച്ച് നമ്മൾ സ്വന്തം ബീച്ചേട്ടനാട്ടാ ഡ്യൂട്ടിക്ക് ലേറ്റ് ആയതുകൂടി നമ്മൾ വണ്ടി തന്നെ നോമ്പർ നേട്ടാ നേരെ ചെന്ന് ബീച്ചേട്ടൻ ഷേക്കാൻ കൊടുത്ത് നമ്മൾ അകത്തേക്ക് കയറി ബാങ്ക് കൊടുക്കുന്ന സമയം മുതൽ ദിനുള്ള റോബിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഏതായാലും നോമ്പറുന്നത് വണ്ടി ആണെങ്കിലും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വന്നിട്ട് ചെയ്തിട്ടായിരുന്നു. കട്ട് ഫ്രൂട്ട്സും അതുപോലെ സ്നാക്സ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഔക്കാഫിന്റെ ഭാഗത്ത് പെരുന്നാളെന്ന് അറിയിച്ചോട് കൂടി നോമ്പൊന്നും ഇല്ലാതായിരുന്നു. കുറച്ച് ചായല്ലാം കുടിച്ച് നമ്മൾ നേരെ പോയത് തുർക്കിഷ് റെസ്റ്റോറന്റ് പോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷവർമ ഓർഡർ ചെയ്തിരുന്നു. ഇവിടുത്തെ റോളും അതുപോലെ തന്നെ പ്ലേറ്റ് ഒക്കെ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവും. 2 പ്ലേറ്റും 3 റോളൊക്കെ പറഞ്ഞിട്ടാ സാധനം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. കൂടെ തന്നെ 2 ടൈപ്സ് റൊട്ടി ഉണ്ടായിരുന്നു. ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഈ വർഷത്തെ പെരുന്നാൾ വിശേഷം ഹക്കൊക്കെ ബീച്ചേട്ടനും തിരിയലിനും റോബിനെ കൊടുത്ത് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെരുന്നാൾ നടന്നോട് കൂടി പിന്നെ സമയമില്ല. നേരെ പോയി വണ്ടി വാഷ് ചെയ്ത് നെജിവിന് പോയിട്ട് പ്ലാസ മോളിൽ പോയി ഡ്രസ് എടുത്ത് നമ്മൾ അവിടെ ഇറങ്ങി നേരെ റൂമിലെത്തിയപ്പോൾ മാസം കണ്ട ആഘോഷമായിരുന്നിട്ടാ. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പെരുന്നാൾ സ്കാരത്തിനായിട്ട് രാവിലെ പോകും. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലേക്ക് പോകുന്നത് അകത്തേക്ക് നിസ്കരിക്കാൻ പറ്റില്ല. പുറത്ത് നിസ്കരിച്ച് നേരെ വീണ്ടും അകത്തേക്ക് കയറി. എല്ലാവർക്കും പെരുന്നാൾ ഹക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ആച്ചു ഉണ്ടായിരുന്നു, സാദിഖ്, നജീബ്, റിയാസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഖത്തർ വേൾഡ് കപ്പിന് ശേഷം നടന്ന പെരുന്നാൾ സ്കാരങ്ങളൊക്കെ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നിന്ന് പാർക്കിംഗും അതുപോലെ തന്നെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടായിട്ട് എഡ്യൂക്കേഷൻ സിറ്റിയിലുള്ള ഇതികാഹ്. ഏതായാലും നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 1 മാസമായിട്ട് ഏതായാലും നേരെ പോയി കൊടവാറ പോയിട്ട് നല്ലൊരു ചായ അതുപോലെ തന്നെ പത്തിരി കഴിച്ച് ശേഷം നമ്മൾ മുഞ്ചാക്കി നമ്മൾ ചെങ്ങായിമാർക്കൊക്കെ ഷെയ്ക്കാനൊക്കെ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. മലപ്പുറം കൊണ്ടോട്ടിയും അതുപോലെ തന്നെ നെൽമ്പൂരൊക്കെ ഉള്ള മഞ്ചുമാരാണ്. സ്റ്റിൽ പെരുന്നാളിന്റെ വീഡിയോസ് ഒക്കെ വരും. അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ രീതിയിൽ ബാക്കി നാളെ ബൈ ബൈ.